ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചേട്ടനാനിയന്മാർ കിടക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കവും ഒക്കെ ആയിട്ടിരിക്കുക. പനിച്ച് വിറച്ച് കിടന്നപ്പം നികേഷിനെ സുധീഷ് നോക്കിയില്ല എന്നുള്ള പരാതി, സുധീഷിന് ഇവരാരും നോക്കിയില്ല എന്നുള്ള പരാതി, പ്രേമിക്കുന്നവളോട് ഐ ലവ് യു പറയാൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയൊരുത്തൻ, എന്നിട്ട് അത് പറഞ്ഞോ, അത് എന്താ സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയോ? ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയുമ്പം, എടാ വന്ന ഉടനെ തന്നെ തലവേദനയാണെന്ന് പറഞ്ഞ് നീ ചെന്ന് കിടന്നില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് തോന്നി, അതാ പെട്ടെന്ന് ചോദിക്കാതിരുന്നതെന്നൊക്കെ പറയാം. ഞാനേ നിനക്ക് പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എടാ പട്ടിണി കിടക്കണ്ട, അപ്പം സാരമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷിനോട് സുധീഷ് പറയാം. പുറത്ത് പോയിട്ട് സുധീഷേട്ട ലവ് പറഞ്ഞോ എന്ന് നികേഷ് ചോദിച്ചു. അപ്പം നീ എങ്ങനെ അറിഞ്ഞു? അപ്പം ഇപ്പോൾ സുധീഷേട്ടനല്ലേ പറഞ്ഞത്, പിന്നെ സുഭാഷേട്ടനും പറഞ്ഞല്ലോ. ഓ, ഒരു കാര്യം പറഞ്ഞത് രഹസ്യമായിട്ട് വെക്കാൻ അറിഞ്ഞൂടാ അല്ലേ എന്ന് ചോദിച്ചു സുധീഷ് സുഭാഷിനോട്. അപ്പം പിന്നെ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ വേറൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ഏട്ടത്തിയോട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തുള്ളിച്ചാടി വന്നേനെ എന്ന് സുധീഷ്. ഇല്ലടാ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു കുരുക്ക് കയറി വരുമെന്ന് സുധീഷ്. ഇന്നലെ വന്നതേ സതീഷിൻ്റെ രൂപത്തിലാണ്. സതീഷോ? ഏത് സതീഷ്? എടാ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച സതീഷ് ഇല്ലേടാ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എടാ മറ്റേ പൂച്ചക്കണ്ണുള്ള അനീതിയുള്ള സതീഷ്. മനസ്സിലായി. സൈറ്റ് അടിക്കാനേ ആ സമയത്ത് ഇടയ്ക്ക് അവൻ്റെ വീട്ടിൽ പോകുമായിരുന്നു, അതല്ലേ എന്ന് നമ്മുടെ ഹരീഷ് ചോദിക്കുമ്പോൾ അതെ. നോക്കണം നികേഷേ, കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അടയാളം പറഞ്ഞ നീ കേട്ടോ എന്ന് ചോദിച്ചു. എന്താടാ സതീഷ് ഏട്ടാ ഇത്? എടാ നീ അതിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. കേൾക്കാൻ പറ. അതെ, ഞാൻ ബീച്ചിലിരുന്ന് നിധിയോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തെ ഒരു ശബ്ദം, ഒരു ബഹളവും. നോക്കുമ്പോൾ സതീഷും അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി അവിടെ ഭയങ്കര തർക്കം. കാര്യം എന്താണെന്ന് അറിയാമോ? എന്ത്? ആ പെൺകുട്ടി അവനെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത് അത്രേ. അവളെ അവൻ പ്രേമിക്കുകയാണെന്ന് അവൾ അറിഞ്ഞില്ലാന്ന്. സെയിം സിറ്റുവേഷൻ, സെയിം സ്റ്റോറി. സിനിമയിൽ പോലും കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നും. സതീഷ് ഫ്രണ്ട് ചോദിക്കുക, ഏറ്റവും നല്ല ഫ്രണ്ടാണെന്ന് കരുതി കൂടെ നടന്നിട്ട് നാളെ സുധീഷ് കയറി നിങ്ങളെ പ്രൊപ്പോസ് ചെയ്താൽ എന്തു പറയുമെന്ന്. അയ്യോ, അപ്പോൾ എടുത്ത് എന്താ പറഞ്ഞേ? അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല എന്നവൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു ചിരിക്കലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ്, എൻ്റെ ഗ്യാസ് അപ്പം തന്നെ പോയടാ, പിന്നെ ഞാൻ എങ്ങനെ പറയൂടാ ഐ ലവ് യു എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ചിരിച്ചുകൊണ്ടിരിക്കാം. എന്നാലും ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഉയ്യോ, സതീഷിൻ്റെ ഫ്രണ്ട് ചോദിച്ചതുപോലെ എന്നെ പ്രേമിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ നിധി. ഭാഗ്യത്തിൽ ഞാനത് പറഞ്ഞില്ല, എൻ്റെ പൊന്നെ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് സുധീഷ് ഇരിക്കുമ്പോൾ, ഇന്ന് സുധീഷ് ചേട്ടൻ അത് ഏട്ടത്തോട് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പോയല്ലോ. അപ്പോൾ വിടടാ, ദേ നോക്ക്, ഇനി അതിനെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയാവൂടാ. എന്തായാലും ഈ വെല്ലുവിളി തീരാൻ 6 മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്. 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാവുന്നേ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഹരീഷ് സുധീഷിനെ സമാധാനിപ്പിക്കാം. നീ വാ, നമുക്ക് കിച്ചണിൽ ഇപ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു സുഭാഷ്. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നികേഷ്, എനിക്ക് വിശക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് നേരല്ലടാ, നീ മുന്നുമേരെ നിറച്ച് കിടക്കണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് അവിടെ നികേഷിനെ കിടത്തി. പിറ്റേ ദിവസമായി നമ്മുടെ നികേഷ് അവിടെ മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നിധി റെഡിയായിട്ട് വന്നു. പോകാൻ നികേഷ് എന്ന് പറഞ്ഞു. 1 മിനിറ്റ് വിട്ടേട്ടത്തി, ഇപ്പോൾ വരാവേ. അല്ല എടാ, നീ പോയിക്കോ, ഞാനൊന്ന് ഓഫീസിലേക്ക് ലേറ്റായിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ, കോടതി പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സുധീഷിൻ്റെ നേരെ നോക്കുവാ നികേഷ്. അപ്പോഴത്തേക്കും സുധീഷ്, അയ്യോ ഫോൺ എടുത്തില്ല, ഞാൻ എടുത്തിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഫോൺ എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ വിഷമിച്ച് തകർന്നിരിക്കുക അവിടെ. ആ സമയത്ത് സുധീഷേട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് എന്ന് വിളിച്ചു. എല്ലാം ശരിയാകും എന്ന് പറയുമ്പോൾ കൈ എടുക്കടാ, ചുവന്ന് ആശ്വസിപ്പിക്കാനൊന്നും വരല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സുധീഷ് ഏട്ടൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. നന്നായി പോയി, നീ ഒന്ന് പോയിക്കേ എന്നും പറഞ്ഞിരിക്കുമ്പോൾ, ഏട്ടാ ഞങ്ങൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് ഹരീഷിൻ്റെ കൂടെ പോവുക. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിയപ്പോൾ സുധീഷിനാണെങ്കിൽ ദീർഘശ്വാസമൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു. സുധീഷേ കോടതി പോകണ്ടേ, വാ എന്നും പറഞ്ഞ് വിളിച്ചു. പോകാലോ വാ എന്നും പറഞ്ഞ് സുധീഷ്, ഞാനേ ഒന്ന് മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് മുഖം കഴുകാൻ പോകുമ്പോഴത്തേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നിധി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ നിധിയുടെ നിപ്പൊക്കെ കണ്ടപ്പോൾ സുഭാഷ് വന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. എന്താ ഏട്ടാ? അതെ, വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അപ്പോൾ എന്തിനാ സുഭാഷ് ഏട്ടാ സങ്കടം? അല്ല, രണ്ടുപേരും കോടതിയിലൊക്കെ പോയി കേസും മറ്റുമൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട്, അപ്പോൾ അതിൽ സങ്കടപ്പെടാനായിട്ട് എന്താ ഉള്ളത്? കോടതിയിൽ പോകുന്നതും ഡിവോഴ്സ് വാങ്ങുന്നതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ, മറ്റുള്ളവരുടെ കാര്യം അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണല്ലോ വലുത് എന്ന് സുഭാഷ് പറയാം. അപ്പോൾ നിധി ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീയും സുധീഷും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായേനെ എന്ന് സുഭാഷ് പറയുന്നു. പിന്നെ മോളെ, എനിക്കറിയാം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സാഹചര്യം അതൊക്കെ വേറെയാണെന്ന് എനിക്കറിയാം. എങ്കിലും കാലം
ഒരു പക്ഷേ കാലം നിങ്ങളെ ഒരുമിപ്പിച്ചാലോ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് സുഭാഷ് നിധിയോട് പറയുവാണ്. ഇത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടം, ദേഷ്യം പോലെയൊക്കെ. മോളെ, നീ എന്നെ തെറ്റായിട്ടൊന്നും എടുത്തേക്കരുതേ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം, ഇല്ല സുഭാഷ് ഏട്ടാ, ആ ആഗ്രഹം നടക്കില്ല എന്ന് നിധി പറയുന്നു. നിധിയും സുഭാഷും കൂടെ പറയുന്നത് കേട്ട് വന്ന് സുധീഷ് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നിധിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് സുഭാഷിനോട് പറയുന്നത്. അപ്പോൾ എനിക്ക് സുധീഷിനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അത് നിങ്ങളോടൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ളൊരു ഇഷ്ടം മാത്രമാണെന്ന് നിധി ഇങ്ങനെ സുഭാഷിനോട് പറയണം. അപ്പോൾ സുഭാഷ് ഇങ്ങനെ തലയാട്ടി, ഒരു നിമിഷം പോലും അങ്ങനെ ഒരു സ്ഥാനത്ത് ഞാൻ സുധീഷിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തകർന്നു പോയി നമ്മുടെ സുധീഷ് അവിടെ നിന്ന് ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുക കേട്ടോ. അപ്പോൾ സുധീഷിനും അതങ്ങനെ തന്നെയാണ്, എന്നോട് അങ്ങനെ ഒരു അടുപ്പമൊന്നും അല്ല സുധീഷിനുള്ളതെന്ന് പറയുന്നതൊക്കെ കേട്ടപ്പോൾ, അത് പിന്നെ മോളെ, അത് അവന് അങ്ങനെയല്ല നിധി, ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. എന്നെപ്പോലെ തന്നെ സുധീഷിനും ഇതൊരു കള്ളക്കല്യാണം തന്നെയാണെന്ന കാര്യം നിധി പറയുക. എന്നെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനൊരു കല്യാണത്തിൽ സുധീഷ് ഒന്ന് പെട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് സഹിക്കാൻ പറ്റുമോ? സുധീഷ് ഒന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. വെറുതെ സുധീഷിനെ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുമ്പം, മോളെ ഞാൻ പറഞ്ഞു വരുന്നത്, പ്ലീസ് സുഭാഷ് ഏട്ടാ, എന്നെ ഈ കാര്യത്തിൽ ഫോഴ്സ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞാലല്ലേ സുധീഷിന് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും നോക്കാൻ പറ്റുള്ളൂ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ നിൽക്കുന്നപ്പോഴത്തേക്കും സുധീഷ് കണ്ണൊക്കെ തുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുക. ഇവർ നേരെ കോടതിയിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി വക്കീലിനെ വിളിക്കുന്നു. വക്കീൽ കോൾ എടുത്തു. മാം നിധിയാണെന്ന് പറഞ്ഞപ്പം, എത്തിയോ? പുറത്തുണ്ട് മാം. ശരി, ഞാൻ കോടതിക്ക് അകത്തോട്ട് നിങ്ങൾ കയറി പോരേന്ന് പറഞ്ഞു. അങ്ങനെ അവർ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ആ മാഡം അതിൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ രണ്ടുപേരും ഇതിലും സൈൻ ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് സൈൻ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നു. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞുകൊണ്ട് നിധി നിർബന്ധിച്ച് സുധീഷിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നു. അങ്ങനെ സൈൻ ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത അസിസ്റ്റൻറ്റിനെ വിളിച്ചു, ഗീതു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കേസ് എപ്പോഴാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് കേസാണെന്ന് പറഞ്ഞു. 12 മണിക്കൂറിനുള്ളിൽ കോടതി തുടങ്ങും, നമ്പർ വിളിക്കുമ്പോൾ അതേ അങ്ങോട്ട് കയറി നിന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവൾക്ക് ഒരു സങ്കടവും തോന്നുന്നില്ല എന്ന് സുധീഷ് ചിന്തിക്കാം. എന്തൊരു മനസ്സായതെന്നൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് ചിന്തിക്കപ്പോഴത്തേക്കും ജഡ്ജി അങ്ങോട്ടേക്ക് വന്നു. ജഡ്ജി വന്നപ്പോൾ ഇവരുടെ കേസ് വിളിച്ചു. ഇവർ വന്ന് കോടതിയിൽ നിൽക്കുന്നു. അപ്പോൾ നിധിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡിവോഴ്സ് ആണോ എന്നാ മേഡം ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നിധിയുടെ മുഖത്തെ ആ ചിരി അങ്ങ് മാഞ്ഞു. അപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഉറക്കെ പറയാൻ നിധിയോട് ജഡ്ജി പറഞ്ഞു. അപ്പോൾ അതേ മാം, ഡിവോഴ്സ് ആണ് എന്ന് നിധി ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. അപ്പോൾ 5 മാസം. അതിനുള്ളിൽ ഡിവോഴ്സോ എന്ന് ചോദിക്കുക. അപ്പോൾ ആ മേഡമേ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ സുധീഷ് നോക്കുക. ലവ് മാരേജ് ആണെന്ന് ചോദിച്ചപ്പം അതേ മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ചാടിക്കയറി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നിധി ഇങ്ങനെ നോക്കുക, എന്താ സംഭവം എന്നോർത്ത്. അപ്പോഴത്തേക്കും നിധിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ ആയിപ്പോയി. ഡിവോഴ്സിന് എന്താ കാരണം എന്ന് മേഡം ചോദിക്കാം. അപ്പോൾ രണ്ടുപേർക്കും മറുപടി ഇല്ല. ആ സമയത്ത് മ്യൂച്വൽ കൺസെൻ്റ് ആണ് മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ നമ്മുടെ വക്കീൽ ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ അത് പേപ്പറിൽ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചത് കാരണം എന്താണ് എന്നുള്ളതാണ് എന്ന് ജഡ്ജി ഇങ്ങനെ പറയുന്നു. അപ്പം എനിക്ക് ഇഷ്ടമല്ല, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിധി ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിൻ്റെ മുഖമൊക്കെ വല്ലാതെയായി. സുധീഷ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ മേഡം ഓരോന്ന് ചോദിച്ചു. ഇവരതിനൊക്കെ മറുപടി പറഞ്ഞു. അതിനുശേഷം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകാലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വക്കീലിനോട് നമ്മുടെ സുധീഷ് ചോദിക്കാൻ പോകേ, അപ്പോൾ കോടതി പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം മാം, അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ കൗൺസിലിങ്ങിനെ ആദ്യം അയക്കൂ എന്നുള്ളത്. വന്ന ഉടനെ ഡിവോഴ്സ് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നിങ്ങൾ ഇന്ന് കൗൺസിലറെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി, ഇതൊരു ഫോർമാലിറ്റി മാത്രമാണെന്ന് പറഞ്ഞു. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് സൗന്ദര്യപ്പിണക്കങ്ങൾ കൊണ്ടും ഡിവോഴ്സിന് വരുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഏർപ്പാടാണെന്ന് ആ മേഡം പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ അതങ്ങനെയല്ലല്ലോ, നിങ്ങൾ ചെല്ലുക കേട്ടോ, അത് കഴിഞ്ഞ് എനിക്ക് റോളുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ വക്കീലും ചെന്നു. അപ്പം മേഡം ഞങ്ങളുടെ കൂടെ കാണില്ല എന്ന് നിധി ചോദിച്ചപ്പം നിങ്ങളെ മാത്രമേ അകത്തേക്ക് കടത്തുകയുള്ളൂ, ഞങ്ങൾക്കവിടെ റോളില്ല കേട്ടോ എന്ന് ആ വക്കീൽ പറഞ്ഞു. എന്നിട്ട് ആ വക്കീൽ അപ്പുറം കാണുമെന്ന് പറഞ്ഞു അങ്ങ് പോയി. നിധിയും സുധീഷും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു. അപ്പോൾ കൗൺസിലർ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പേരും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം മാം എന്നവിടെ നിധി പറയുമ്പോൾ അത് മനസ്സിലായി, അതിനുള്ള കാരണമാണ് ചോദിച്ചത് എന്ന മേഡം. അത് പിന്നെ ഞങ്ങൾ തമ്മിൽ സെറ്റാകുന്നില്ല എന്ന് നിധി സുധീഷിനോട് പറയുക. ഇത്ര പെട്ടെന്ന് അത് ഉറപ്പിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുക.
അപ്പോൾ നിധി പറയുന്നത് എല്ലാം കേട്ട് സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. 2 വ്യക്തികൾ, 2 അഭിരുചികൾ, 2 പശ്ചാത്തലം, 2 കുടുംബം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട് മിനിമം 1-2 വർഷമെങ്കിലും എടുക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക, 5 മാസം കൊണ്ട് ഒത്തുപോകാൻ പറ്റില്ല എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുതിയൊരു ജോലിക്ക് കയറിയാൽ പോലും ഒത്തുപോകാൻ 6 മാസമൊക്കെ എടുക്കില്ലേ എന്ന് ചോദിച്ചു. പിന്നെയാണോ ജീവിതത്തിൻ്റെയൊക്കെ കാര്യം എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുക. ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ മാഡം എന്ന് നമ്മുടെ സുധീഷ് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നിധി പിന്നെ സുധീഷിനെ നോക്കി. അത് മാത്രമേ സുധീഷ് പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ലവ് മാരേജ് ചെയ്തിട്ട് എന്താ 5 മാസം കൊണ്ട് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഒത്തുപോകാൻ പറ്റുന്നില്ല മാഡം, അതാ ഒരുമിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ നിധി പറയുന്നു. ഒരുമിച്ച് പിരിയാൻ തീരുമാനിച്ച നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചൂടെ എന്നോ മാഡം നിധിയോട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഒരു കാരണമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷിന് ജോലിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുധീഷിനോട് ഒന്ന് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താണ് യഥാർത്ഥ കാരണം എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അങ്ങനെ ഒളിപ്പിച്ചു വെച്ച കാരണമൊന്നുമില്ല മാം, ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല, അതാണെന്ന് നിധി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം കുട്ടി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് മാഡം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആർക്കിടെക്റ്റ് ആണെന്ന കാര്യം പറഞ്ഞപ്പം ഹസ്ബൻഡോ ഒരു ട്രാവൽസിൽ ഡ്രൈവറാണെന്നും പറഞ്ഞു. അന്നേരം അത് കേട്ടപ്പോൾ അപ്പോൾ പ്രേമിക്കുന്ന സമയത്ത് സ്റ്റാറ്റസും കാര്യങ്ങളും പ്രശ്നമായിരുന്നില്ലെന്നും വിവാഹം കഴിഞ്ഞപ്പോൾ അത് ഇഷ്യൂ ആയി എന്നുള്ളതാണോ എന്ന് ചോദിച്ചു. അയ്യോ സ്റ്റാറ്റസിൻ്റെ പ്രശ്നമൊന്നും അല്ല മാം, ഞങ്ങൾ തമ്മിൽ ഒത്തുപോവില്ല അതാ എന്നൊക്കെ പറഞ്ഞപ്പം കുട്ടി പോയിട്ട് അയാളോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ നിധി ഇറക്കി വിട്ടിട്ട് സുധീഷിനകത്തേക്ക് വിളിച്ചു. സുധീഷ് കയറി ചെല്ലുന്നു. സുധീഷ് അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ട്രാവൽസിലെ ഡ്രൈവറാണ് മാഡം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജോലിയാണോ വൈഫിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പം അതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം ശരിക്കും, കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ചോദിക്കുക, ആ കുട്ടിയെ കണ്ടാൽ നല്ലൊരു കുട്ടിയാണെന്ന് മനസ്സിലാകും, പിന്നെ നിങ്ങളെ കണ്ടാലും നല്ല പയ്യൻ തന്നെയാണല്ലോ, പിന്നെ എന്താ പ്രോബ്ലം, പ്രേമിച്ച് കല്യാണം കഴിച്ച് അപ്പം എനിക്ക് അവളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരു താല്പര്യക്കുറവുമില്ല, അവൾക്കാണ് ഇഷ്ടക്കുറവെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചപ്പം ഇല്ല മാഡം എനിക്കങ്ങനെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അപ്പം നിധിയുടെ ഇഷ്ടം അതെന്താണോ അത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൾ ഡിവോഴ്സ് ചോദിച്ചാലും അത് തരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല മാഡം എന്ന് പറയുമ്പോൾ ഇതെന്താ കളിപ്പാട്ട് വേണോ, ചോദിക്കുമ്പോഴേക്കും എല്ലാം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആണോ എന്ന് ചോദിച്ചു. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് നിധിയുടെ അടുത്ത്, പക്ഷേ അവൾക്കായിരുന്നു നിർബന്ധം. അപ്പോഴത്തേക്കും നമ്മുടെ നിധിയെ വിളിപ്പിച്ചു. അപ്പം നിധി കയറി വന്നു. സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല, പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് 5 മാസം കൊണ്ട് ഡിവോഴ്സ് അത് ഒട്ടും സാധാരണയായിട്ടുള്ള കാര്യമല്ല എന്ന് ഈ മേഡം പറയാം. പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ മേഡം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കിയിരിക്കുക. നിധിക്കാണെങ്കിൽ ആകെ ടെൻഷനുമായി തുടങ്ങി. ഇനി വാശി പിടിച്ചാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാതെ ഒന്നും ഇരിക്കില്ല എന്നും പറഞ്ഞു. എന്നാലും ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് അതേപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും ബുദ്ധിയെന്ന് പറഞ്ഞാൽ മേഡം ഇങ്ങനെ പറയാം. ജോലി ചെയ്യുന്ന ഓഫീസിൽ പോലും ഡിവോഴ്സ് ചെയ്യുന്ന പേരിൽ കഴിയേണ്ടി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നിങ്ങൾക്ക് മാറി ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ മേഡം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പം ഇല്ല മാം, ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് തന്നെയാണ് നിധി പറയുന്നത്. അപ്പോഴത്തേക്ക് സുധീഷിന് കരച്ചിൽ വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലീസ് മാം, ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് നിധി ഇങ്ങനെ പറയാം. നിധി പിടിച്ച കൊമ്പിന് പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യം കാണിക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.